ഹായ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. സലാർ ഒറ്റ വാക്കിൽ പറയാന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് പ്രശാന്ത് നീൽ അല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് പ്രശാന്ത് നീൽ പടം. 100% പ്രശാന്ത് നീൽ അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ, അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൻസാർ എന്ന് പറയുന്ന ഒരു വലിയൊരു ലോകം, ഈവൻ KGF ഡബിൾ ഇരട്ടി വലുപ്പമുള്ളൊരു ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് മൂവി, അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടൊരു മാസ് ആക്ഷൻ മൂവി എന്ന് പറയാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് സിനിമേനെ അതിഗംഭീരം എന്ന് പറഞ്ഞ് നിർത്താൻ കഴിയില്ല. കാരണം എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സ്റ്റോറി, 2 ഇതിലെ കഥാപാത്രങ്ങളുടെ ആക്ടിങ് പെർഫോമൻസുകൾ, 3 മേക്കിംഗ്. ഈ 3 സംഭവമാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. അതിൽ കഥയിലേക്ക് വരികയാണെങ്കിൽ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. കഥ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആവറേജ് സംഭവമാണ്. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരേ സാധനങ്ങൾ, അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രശാന്ത് നീലിൻ്റെ ഉഗ്രം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു 90% അത് ഉഗ്രം സിനിമയുടെ മറ്റൊരു അതിന് ഇൻസ്പയർ ആയത് വേറെ രീതിയിൽ പറയാം. അതായത് ഒരു 4 കോടി ബജറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമ 400 കോടി ബജറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ, അവർ നിൽക്കുന്ന ലോകം മാറും, അവിടെ അവർ ഉപയോഗിക്കുന്ന എന്താ പറയുക ആയുധങ്ങൾ മാറും, അവിടെ ഉണ്ടാകുന്ന മ്യൂസിക് മാറും, അവരുടെ അങ്ങനെ എല്ലാ മാറ്റങ്ങളും അവിടെ വരും. ആ ബജറ്റിൻ്റെ ഒരു വ്യത്യാസം വരും. അതാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 90% ശരിക്കും ഉഗ്രം അത് വേറൊരു രീതിയിൽ ചെയ്തു എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കൻസാർ എന്ന് പറഞ്ഞ സിറ്റീനെ പരിചയപ്പെടുത്തി അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ, അത് നമ്മൾ KGF കണ്ടിട്ട് ഉള്ള ആ തരത്തിലുള്ള സംഭവങ്ങൾ. സോ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ആവറേജ്, ജസ്റ്റ് ഒരു ആവറേജ് പടം മാത്രമാണ്. പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് ഇൻഡസ്ട്രിയിൽ, അതായത് തെലുഗു, കന്നഡ, തമിഴ്, മലയാളം നിന്ന് പൃഥ്വിരാജ് അടക്കം ഒരുപാട് സ്റ്റാർ, നമുക്ക് പേരെടുത്ത് പറയാമെങ്കിൽ അത്ര അധികം ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണിൽ നിൽക്കുന്നത് 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള വരദരാജ മന്നാർ എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള അതും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം, പിന്നെ ദേവ എന്ന് പറയുന്ന പ്രഭാസ് ചെയ്തിട്ടുള്ള ആ ഒരു മറ്റൊരു ഈക്വലി പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം. ഈ 2 പേരും ഈക്വലാണ്. 2 പേർക്കും വളരെ ഈക്വൽ ആയിട്ട് തന്നെയാണ് എല്ലാ സംഭവവും കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഹാഫിൽ മുഴുവനായിട്ടും പ്രഭാസിന്റെ മാത്രം കഥയാണ് പറഞ്ഞു പോയത്. അതായത് വരദരാജ മന്നാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ കാണിക്കുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് പൃഥ്വിരാജ് വന്നതിന് ശേഷം അദ്ദേഹം ഒരു അടിച്ച പൊളി പെർഫോമൻസ് തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം അഭിനയം വെച്ച് നോക്കുമ്പോൾ പ്രഭാസിനേക്കാൾ കൂടുതൽ ചെയ്യാനുള്ളത് പൃഥ്വിരാജനാണ്. പിന്നെ മലയാളികളാണ്, നമ്മുടെ കേരളത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും കയ്യടി ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതും പൃഥ്വിരാജനാണ്. വരദരാജ മന്നാർ എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗൂസ് ബംസ് ആയിരുന്നു. പിന്നെ പൃഥ്വിരാജിന്റെ ഫേസും കൂടി റിവീൽ ചെയ്തപ്പോൾ ഭയങ്കര ആരവായിരുന്നു. അതായത് പ്രവാസിന് കിട്ടിയതിന്റെ ഡബിൾ ഇരട്ടി കയ്യടിയും കൂക്കും ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള എല്ലാ ആളുകളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ 2 പേരും കൃത്യമായിട്ടുള്ളൊരു സ്കെച്ച് ഉണ്ട്. അതായത് വരദരാജ മന്നാറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിനെ കാണിക്കുന്ന നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് രൂപമുണ്ട്. അതുപോലെ ദേവയും എന്താണ് ചെറുപ്പം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം എങ്ങനെയാണ്, അദ്ദേഹം ഓരോ സംഭവം ചെയ്യുമ്പോഴും ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. സോ ആ 2 കഥാപാത്രങ്ങളിലാണ് കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെ പെർഫോമൻസ് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഈ നട്ടെല്ല് എന്ന് പറയാൻ പറ്റുന്നത്. മേക്കിങ്ങിലേക്ക് വരുമ്പോൾ അതിഗംഭീരം, മാരകം, അത് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം കംപ്ലീറ്റ്ലി ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പടം ഒറ്റയടിക്ക് മൂക്കുമുത്തി താഴെ വേണമെന്ന് പറയേണ്ടി വരും. KGF വെച്ച് നോക്കുകയാണെങ്കിൽ KGF അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് വളരെ ലേറ്റ് ആയിട്ട് പോകുന്നൊരു സ്റ്റോറിയാണ്. ഇതിൽ ഇപ്പം നമ്മുടെ ബാലയ്യ ചെയ്യുന്ന ചില സീനുകൾ, അതായത് ഒരു കുന്തമോട് ഒറ്റ കയറി ഒരു 5-6 ആളുകളുടെ വയറ്റൂടെ കയറിയിട്ട് 6 ആൾ മുട്ടുമുത്തി വീണു കിടക്കോടെ, അതിൻ്റെ മുമ്പിൽ നായകൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ബാലയെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഫീൽ എന്താ ഞാൻ പറയേണ്ടതില്ല. അത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് ആണ് വരുന്നത്. കാരണം ആ സിറ്റുവേഷൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന വിധം അങ്ങനെയാണ്. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് തോന്നും. അതായത് നമുക്ക് നായകൻ ഒരു 10 ആളെ ഒരുമിച്ച് അടിച്ച് നിരത്തണം, അല്ലെങ്കിൽ 100 ആളെ അടിച്ച് പൊളിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ, പ്രേക്ഷകൻ അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ. അതാണ് ഞാൻ പറഞ്ഞത് മേക്കിംഗ് അതിഗംഭീരം. പിന്നെ ഒരു സീനുണ്ട്, ഒരുത്തനെ ഇടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനത്തെ സീനൊക്കെ നമുക്ക് കണ്ട എന്ന് തോന്നുന്നതാണ്. പക്ഷെ ഈ സീൻ ചെയ്തു വെച്ചിരിക്കുന്നത്, കാരണം മുകളിൽ നിന്ന് ഇങ്ങനെ ഷോട്ട് വരുമ്പോൾ പ്രഭാസ് സിഗരറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ പുകയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ കണ്ണോട്ടൊരു നോട്ടോട്ട്, എൻ്റെ മോനെ പൊലം സാധനമായിരുന്നു. അമ്മാതിരി ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത്രയും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടിയിരുന്ന ഒരു ഫീൽ ഭയങ്കരമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കളറിങ്, ആ ഒരു കളർ ടോൺ ഉണ്ടല്ലോ മൊത്തത്തിലുള്ള സംഭവം, അതൊക്കെ
ഭയങ്കര ഒരു ജയന്റ് സംഭവമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൻസാർ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി KGF-നേക്കാൾ ഡബിൾ വലുപ്പമുണ്ട്. അത് ഓരോ ഷോട്ടിലും നമുക്കത് മനസ്സിലാവാണ്ട്, ഓരോ സ്ഥലത്തും അതിന്റെ ആർട്ട് ഡയറക്ടേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്നതാണെങ്കിലും ആ ഒരു വലുപ്പം, ആ ഒരു സിറ്റിന്റെ വലുപ്പം ഓരോ ഫ്രെയിമിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലാണ് കൻസാർ നമുക്ക് ശരിക്കും കാണിച്ചിരുന്നത്. അത് എന്തൊരു വലിയ ലോകമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അത് പ്രശാന്ത് നീലിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ പടം ഭയങ്കര സംഭവമാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ശ്രുതി ഹാസൻ ഉണ്ട്. അത് ജസ്റ്റ് ഒരു കഥാപാത്രം എന്നുള്ളത് മാത്രമൊന്നും അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ ആളുകളുണ്ട്. എടുത്തു പറയുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു KGF ടച്ച് തന്നെയാണ്. അതായത് KGF-ലുള്ള മറ്റ് നമ്മൾ കണ്ടിട്ടുള്ള ഗരുഡൻ, അതുപോലെ കുറേ ഗരുഡ, അങ്ങനെ കുറേ ഗരുഡ അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ടല്ലോ. സോ ആ കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു സ്റ്റൈൽ, സംസാരമാകട്ടെ, അവരുടെ നോട്ടാകട്ടെ, നിപ്പ്, ഭാവം, ഡ്രസ്സിങ്, ഇതിലൊക്കെ ഒരു KGF മയം ഉണ്ടെങ്കിൽ പോലും KGF-നെ കുറിച്ച് ഒരു ബന്ധവും ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ കാണാൻ പോകുന്ന ആളുകൾ വലിയ പ്രതീക്ഷ വെച്ച് പോവാതിരിക്കുക, വലിയൊരു സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് പോകാതിരിക്കുക. 100% ഒരു പ്രശാന്ത് നീൽ പടത്തിനാണ് ഞാൻ പോകുന്നത്. സോ ആക്ഷൻ രംഗങ്ങളാവട്ടെ, ഓരോ ഷോട്ടുകളാവട്ടെ, ഓരോ ഫ്രെയിം ആവട്ടെ, ഓരോ ബിൽഡപ്പ് ചെയ്യുന്ന രീതി ആവട്ടെ, അതൊക്കെ ഭയങ്കരമാണ്. ഗൂസ്ബം മൊമെന്റ്സ് നമുക്ക് തരാൻ വേണ്ടി ഓരോ സംഭവത്തിനും അത് പ്രശാന്ത് ഈ നമ്മുടെ പ്രഭാസിനെയൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സോ അത് മാത്രം പ്രതീക്ഷയാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അതല്ല, നിങ്ങൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിരാശരാവാനുള്ള സാധ്യതയും ഈ സിനിമയിലുണ്ട്. കാരണം KGF വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടൊരു സിനിമയല്ല. മേക്കിംഗ് സ്റ്റൈലും കൊണ്ട് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട സിനിമയാണ് താനും. കാരണം ഇറങ്ങി വന്നപ്പോൾ പല ആളുകളും ഒരു മിക്സഡ് റെസ്പോൺസ് വരാണ് സാധ്യത. കാരണം കുറേ ആളുകൾ അത്യുഗ്രൻ പടം എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ ആളുകൾ അത്ര പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞില്ലേ, അപ്പോൾ ആളുകൾക്ക് മിക്സഡ് റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ പ്രധാന കാരണം ഈ പ്രതീക്ഷയുടെ ഭാരം കൂടി എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രശാന്ത് നീൽ പടം കാണാനാണ് പോകുന്നതിനുള്ള പ്രതീക്ഷയോടെ മാത്രം പോകുക, അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പിന്നെ 100% ഇതൊരു പ്രഭാസിന്റെ കംബാക്ക് ആണ്. കാരണം ബാഹുബലിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു വലിയ വിജയം തന്നെയാണ് സിനിമ. അല്ലാതെ ബാക്കിയുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാം. സോ പ്രഭാസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡയറക്ടറുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാളെ അയാളുടെ വലുപ്പവും ബോഡിയും അയാളുടെ സൗണ്ടും അയാളുടെ ഓരോ നോട്ടം വരെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് ഓരോ സീനിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവരുടെ രണ്ടുപേരുള്ള ബോണ്ടിങ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ ഈ ഒരു കാൻസാറിന്റെ ആവട്ടെ, അല്ലെങ്കിൽ ഈ പ്രശാന്ത് നീൽ കഥയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു മുഴുവൻ സംഭവം നമുക്ക് കിട്ടാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിലായിരിക്കും. അതിനുവേണ്ട എല്ലാ തീപ്പൊരിയും ഇട്ടവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ കഥ ഇങ്ങനെ തുടക്കം മുതൽ പതിയെ ഇങ്ങനെ സ്ലോയിലാണ് വന്ന് തുടങ്ങുന്നത്. പതുക്കെ വന്ന് ആളിക്കത്തുന്ന ഒരു പരിപാടി. അതായത് ഈ കനലിങ്ങനെ ഉരുക്കി ആളി കത്തി പിന്നെ അതൊരു കാട്ടുതീയായി പടരാന്ന് പറയില്ലേ, നമ്മൾ KGF-ൽ പറയുന്നത് അവിടെ കാട്ടുതീ പടർന്നു എന്ന് പറയില്ലേ, ആ രീതിയിലേക്കാണ് ഇതിന്റെ എൻഡ് കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി കൈയടിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ ആരാധകർക്ക് വേണ്ടി മാത്രമുള്ള കുറേ ഡയലോഗ്സ് ഉണ്ട്. അത് പൃഥ്വിരാജിനും ഉണ്ട്, പ്രഭാസിനും ഉണ്ട്. അവസാനത്തെ ഫൈറ്റൊക്കെ കിഡിലൻ ഫൈറ്റായിരുന്നു. ഒരു അടിപൊളി ഫൈറ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ്. അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ KGF-ൽ കണ്ടിട്ടുള്ള പോലെ ഈ പാവപ്പെട്ട കുറേ അടിമകളെ പോലെ നിൽക്കുന്ന ആളുകൾ, അവർക്കൊരു ധൈര്യം കൊടുക്കുന്ന സംഭവം, അവരുടെ മുമ്പിൽ വെച്ചുള്ള ഒരു ഫൈറ്റ്, അങ്ങനത്തെ ഒരു ഫൈറ്റ് ഉണ്ട് ഇതിൽ. അത് അടിപൊളിയാണ്. അതൊക്കെ നമുക്ക് ശരിക്കും രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. സോ ഞാൻ പ്രതീക്ഷിച്ചു പോയത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും ഇത്തരത്തിലൊരു ഭയങ്കര അടിച്ചപൊളി ഫൈറ്റ് രംഗങ്ങളോ കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ്. പക്ഷേ കഥയിലേക്കും കോമൺ നമ്മൾ ആ സിനിമ എടുക്കുമ്പോൾ കഥയിലേക്കും മറ്റു സംഭവങ്ങളിലേക്കും വരുമ്പോൾ ഒരു ആവറേജ് മൂവി പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു 7 അല്ലെങ്കിൽ 7.5 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫോർ മേക്കിങ്ങിനാണ്. അതുകൊണ്ട് നമുക്ക് 7.5 കുറച്ച് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. സോ എനിക്കിഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. കാരണം ആരെങ്കിലുമൊക്കെ ഇത് കണ്ട് സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. വീണ്ടും പറയുന്നു, സിനിമയ്ക്ക് പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് മറ്റൊരു KGF-ന്റെ എന്താ പറയുക യൂണിവേഴ്സിലുണ്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ പോവുക. ജസ്റ്റ് ഈ പ്രശാന്ത് നീലിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ, ആ ഷോട്ടുകളുടെ ഭംഗി, അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി, നല്ല ഫൈറ്റൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വരാൻ വേണ്ടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംതൃപ്തരായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നവരെ.